നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ പേജ് നമ്പർ 43 യൂണിറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. 43 മുതൽ 49 വരെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. നെയിം ദ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഉപകരണങ്ങളാണ് നമുക്ക് ഇലക്ട്രിസിറ്റി നൽകുന്നത്? ഏതൊക്കെയാണ്? ഇലക്ട്രിക് സെൽ, ജനറേറ്റർ, സോളാർ സെൽ. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് സെല്ലുണ്ട്. ഇലക്ട്രിക് സെൽ എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ, അതാണ്. പിന്നെ ജനറേറ്റർ ഉണ്ട്. ജനറേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കറണ്ട് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേറ്റർ. പിന്നെ ഉള്ളത് സോളാർ സെൽ. നമ്മുടെ സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് സോളാർ സെൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ്. ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി നമുക്ക് നൽകുന്ന ഡിവൈസസിനെ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് സെല്ല്, സോളാർ സെല്ല്, അതുപോലെ ജനറേറ്റർ, ഇതെല്ലാം സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് സെൽസ് ആർ ദ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് ഡാഷ് എനർജി ടു ഡാഷ് എനർജി. ഏത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്? ആൻസർ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. സെല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ ക്ലോക്കൊക്കെ ഉണ്ടല്ലോ, ക്ലോക്കൊക്കെ പിന്നെ അതിൻ്റെ ചലനം നിലയ്ക്കുമ്പോൾ നമ്മൾ ഇടുന്ന ബാറ്ററി ഇല്ലേ, അതിനെയാണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഇലക്ട്രിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഇലക്ട്രിക് സെൽസ്. ഇലക്ട്രിക് സെൽസിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാൻ നമുക്ക് നോക്കാം. ഇലക്ട്രിക് സെൽസ് ആർ ദ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ സെൽസ്. ഈ സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. ഈ പറയുന്ന സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ അത് വെച്ചിരുന്നത് അങ്ങനെ തന്നെ ഇരിക്കും. അതിനടുത്ത് നമ്മൾ ക്ലോക്കിൽ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോർച്ചിൽ ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കെമിക്കൽ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടോർച്ച് കത്തിക്കുമ്പോൾ അത് കത്തും. ക്ലോക്ക് അത് ചലനം നിലച്ചിരുന്ന ക്ലോക്ക് വീണ്ടും ചലിച്ചു തുടങ്ങും. മനസ്സിലായല്ലോ? ഇലക്ട്രിക്കൽ സെല്ലിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ബാറ്ററി? എന്താണ് ബാറ്ററി? എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അതായത് ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്, ഒരു അറേഞ്ച്മെൻ്റ് ആണ്. മെയ്ഡ് ബൈ, എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ. ഒന്നിൽ കൂടുതൽ സെല്ലിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റുന്നു? ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്, ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെൽസ് കണക്ട് ചെയ്ത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ബാറ്ററി എന്ന് പറയുന്നത്. എൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്, ഒരു അറേഞ്ച്മെൻ്റ് ആണ്. മെയ്ഡ് ബൈ, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ. ഒന്നിൽ കൂടുതൽ സെല്ല് പരസ്പരം കണക്ട് ചെയ്ത് ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ്, ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്ന ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത് പറയുന്നത്? ബാറ്ററി. ഒരു സെല്ല് ഉണ്ടാവാൻ പാടില്ല, ഒന്നിൽ കൂടുതൽ എത്ര വേണേലും ആവാം. അതിനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിലുണ്ടായിരുന്ന ഒരു ഫിഗറാണ്. ഒന്നാമത്തെ ഫിഗർ നോക്കൂ. ഇതൊരു സെല്ലാണ്. ഫിഗർ 1 എന്ന് പറയുന്നത് ഒരു സെല്ലാണ്, അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫിഗർ 2 എന്ന് പറഞ്ഞാൽ അവിടെ 2 സെൽസാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ടെർമിനൽ സ്വിച്ച് ആണ്. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതിനെയാണ് ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ടെർമിനലിൽ
മറ്റൊരു സെല്ലിൻ്റെ മൈനസ് ടെർമിനലാണ് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവിടെ ഫിഗർ 1 എന്ന് പറയുന്നത് ഒരു സെല്ലും ഫിഗർ 2 എന്ന് പറയുന്നത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ 2 സെൽസാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കിക്കോ. എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ കണക്ടിങ് മോർ ദാൻ 1 സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ് എ ബി സി. ഇവിടെ പിക്ചർ എ, പിക്ചർ ബി, പിക്ചർ സി എന്നിങ്ങനെ 3 ഫിഗർ ഉണ്ട്, കണ്ടല്ലോ. ഇൻ വിച്ച് ദ സെൽസ് ആർ കണക്റ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. ഇവിടെ സെൽസ് 3 രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡു ഓൾ ഓഫ് ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി. ഇതിൽ എല്ലാം ശരിയായ രീതിയിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത്? എല്ലാ സെൽസും ശരിയായ രീതിയിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത്? വിച്ച് എമംഗ് ദം ഈസ് റോങ്. ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ളത്? വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി. ഇതിൽ ഏത് പിക്ചർ എയിലാണോ, പിക്ചർ ബിയിലാണോ, പിക്ചർ സിയിലാണോ നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി ലഭ്യമാകുന്നത്? ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡു ഓൾ ഓഫ് ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി. ഇതെല്ലാം കറക്റ്റായിട്ട് ആണോ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ആൻസർ എഴുതാനുള്ളത് നോ, ദേ ആർ നോട്ട് റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി. ബാറ്ററി മേക്ക് ചെയ്യാനുള്ള കറക്റ്റ് വേയിലല്ല ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിലത് ശരിയുണ്ട്, ചിലത് തെറ്റുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? നിങ്ങൾ ആ ഫിഗർ നോക്കിക്കൊള്ളണം കേട്ടോ, ടെക്സ്റ്റിലുള്ള ആ ഫിഗർ നോക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടല്ല കണക്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്കിവിടെ എഴുതാനുള്ള ആൻസർ എന്ന് പറയുന്നത്. എല്ലാം കറക്റ്റായിട്ടല്ല, ചിലത് കറക്റ്റാണ്, ചിലത് തെറ്റാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. എന്താണ് എഴുതിയേക്കുന്നത്? നോ, ദേ ആർ നോട്ട് റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി. ഒരു ബാറ്ററി മേക്ക് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള വഴിയിലല്ല ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദം ഈസ് റോങ്. ഈ 3 പിക്ചർ എ, പിക്ചർ ബി, പിക്ചർ സി, ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ളത്? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഏതാണ് റോങ് ആയിട്ടുള്ളത്? ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കൊള്ളണം, എന്നിട്ട് വേണം ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഫിഗർ നോക്കിക്കോ, എന്നിട്ട് പറഞ്ഞേ ഇതിലേതാണ് റോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, എപ്പോഴും ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത്. എന്താ പറഞ്ഞത്? ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഏതൊക്കെയാണ്? എ ശരിയാണോ, ബി ശരിയാണോ, സി ശരിയാണോ? ആൻസർ എന്ന് പറയുന്നത് പിക്ചർ ബി ഈസ് റോങ്. ഇവിടെ ബി എന്ന് പറയുന്ന ആ പിക്ചർ റോങ് ആണ്. എന്താണ് കാരണമെന്ന് മനസ്സിലായോ? ഒന്നാമത്തെ സെല്ല് നോക്കിക്കേ, ഒന്നാമത്തെ സെല്ലിലെ ബി പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അവിടെ ഏത് ടെർമിനലായിരുന്നു കണക്ട് ചെയ്യേണ്ടിയിരുന്നത്? നെഗറ്റീവ് ടെർമിനൽ. രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലായിരുന്നു കണക്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ തന്നെ കണക്ട് ചെയ്തു. അപ്പോൾ അത് റോങ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി. നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി തരുന്നത് ഏത് ഫിഗറിൽ നിന്നാണ്? എയിൽ നിന്നാണോ, ബിയിൽ നിന്നാണോ, സിയിൽ നിന്നാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിക്ചർ സി വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി. മൂന്നാമത്തെ പിക്ചർ സി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവിടെ എത്ര സെൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്? അവിടെ എത്ര സെൽസാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത്? 3 സെൽസ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷേ പിക്ചർ ബിയിലും 3 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആദ്യത്തെ 2 സെല്ല് റോങ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ ഇലക്ട്രിസിറ്റി ലഭ്യമാകില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിക്ചർ സി ആണ് കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോക്കും ഒരു മൊബൈൽ ഫോണും. ഫ്രം വിച്ച് സോഴ്സ് ഡു ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി. ഈ 2 ഡിവൈസസിന് ഇലക്ട്രിസിറ്റി ഏത് സോഴ്സിൽ നിന്നാണ് ലഭ്യമാകുന്നത്? അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസസ്. ഈ 2 ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എന്ത് ഡിഫറൻസ് ആണുള്ളത്? അതാണ് ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമായിരിക്കും അല്ലേ? നോക്കിക്കോളൂ. ഫ്രം ദ സെൽസ് ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി. ഈ 2 ഡിവൈസസിനും ഇലക്ട്രിസിറ്റി ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ സെൽസിൽ നിന്നാണ്. ഇനി
ക്ലോക്ക് യൂസ്ഡ് നോൺ റീചാർജബിൾ സെൽസ് ആൻഡ് കനോട്ട് ബി യൂസ്ഡ് അഗൈൻ. ക്ലോക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ റീചാർജബിൾ സെൽസ് ആണ്. റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലോക്കിൽ ഇട്ട ബാറ്ററി നമ്മളെടുത്ത് കളഞ്ഞിട്ട് പുതിയ ബാറ്ററി വാങ്ങിച്ചിടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ദ മൊബൈൽ ഫോൺ യൂസ്ഡ് റീചാർജബിൾ സെൽസ്. മൊബൈൽ ഫോണിലാണെങ്കിൽ റീചാർജബിൾ സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഗൈൻ ആൻഡ് അഗൈൻ. അപ്പം എന്നിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? എഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഏത്? മൊബൈൽ ഫോണിലുള്ള ബാറ്ററി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ഡിവൈസസ് ദാറ്റ് യൂസ് റീചാർജബിൾ സെൽസ്. റീചാർജബിൾ സെൽസ് യൂസ് ചെയ്യുന്ന ഡിവൈസസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്മാർട്ട് വാച്ച്, എമർജൻസി ലാമ്പ്, ഇൻവെർട്ടർ ബാറ്ററി, ബാറ്ററി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്, ഇതെല്ലാം റീചാർജബിൾ സെൽസ് ആണ് അല്ലേ. നമുക്ക് റീചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന സെൽസ് ആണ് ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെയാണ് സ്മാർട്ട് വാച്ച്, എമർജൻസി ലാമ്പ്, ഇൻവെർട്ടർ ബാറ്ററി, ബാറ്ററി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്. ഓക്കെ. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ഡിവൈസസ് ദാറ്റ് യൂസ് നോൺ റീചാർജബിൾ സെൽസ്. നോൺ റീചാർജബിൾ സെൽസ് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? ആൻസർ ക്ലോക്ക്, നോർമൽ വാച്ച്, ടി വി റിമോട്ട്, കാൽക്കുലേറ്റർ. ഇതൊക്കെയാണ് ക്ലോക്ക്. പിന്നെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വാച്ച്, സ്മാർട്ട് വാച്ച് അല്ല നോർമൽ വാച്ച്. പിന്നെ നമ്മുടെ ടി വിയുടെ റിമോട്ട്, പിന്നെ നമ്മുടെ കാൽക്കുലേറ്റർ. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ റീചാർജബിൾ സെൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് LED ആൻഡ് CFL. LED എന്നും CFL എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. CFL എന്ന് വെച്ചാൽ കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ്, അതാണ് CFL. ഇനി LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇതാണ് LED ഫുൾ ഫോം. അടുത്തത് വാട്ട് ഈസ് LED മോഡ്യൂൾ. എന്താണ് LED മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ വൺ LED ബൾബ് ഇൻ എ സ്ട്രിപ്പ്. ഒരു സ്ട്രിപ്പിൽ നീളത്തിന് LED ബൾബ് ഉണ്ടല്ലോ, അതിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള അതിനെയാണ് നമ്മൾ LED മോഡ്യൂൾ എന്ന് പറയുന്നത്. എന്താണ് LED മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ വൺ LED ബൾബ് ഇൻ എ സ്ട്രിപ്പ്. ഒരു സ്ട്രിപ്പിൽ ഒന്നിൽ കൂടുതൽ LED ബൾബ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ LED മോഡ്യൂൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED? LED നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണുള്ളത്? ഒന്നാമത്തത്, LED റിക്വയർസ് ലെസ് എനർജി. വളരെ കുറച്ച് എനർജി മതി, കുറച്ച് ഇലക്ട്രിസിറ്റി മതി LEDക്ക് ഗ്ലോ ചെയ്യാൻ അല്ലേ, പ്രകാശിക്കാൻ. അപ്പോൾ LED റിക്വയർസ് ലെസ് എനർജി. LEDക്ക് കുറച്ച് എനർജി മതി. 2, ഇറ്റ് ജനറേറ്റ് ലെസ് ഹീറ്റ്. ഇത് വളരെ കുറച്ച് ഹീറ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ചൂട് കുറവായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ഇറ്റ് ഗീവ്സ് മോർ ലൈറ്റ്. ഇത് നല്ല പ്രകാശം നമുക്ക് തരുന്നു. ഇറ്റ് ഗീവ്സ് മോർ ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല പ്രകാശം നമുക്ക് തരുന്നു. അടുത്തത്, ലോങ്ങർ ലൈഫ് സ്പാൻ. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ ജീവിത കാലയളവ് അത് കൂടുതലാണ്, ലോങ്ങറാണ് അല്ലേ. കൂടുതൽ കാലം ഇതിന് ലൈഫ് ഉണ്ടായിരിക്കും, കൂടുതൽ കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത്? LED ആണെങ്കിൽ. മനസ്സിലായല്ലോ? ഇതാണ് LEDയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. അടുത്തത്, വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട്? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ് ടു എ ഡിവൈസ്. അതായത് ഒരു ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഡിവൈസിലോട്ട് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുന്ന, ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്. ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്. ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി. അതെന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ്. ഒരു ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് ടു എ ഡിവൈസ്. ഒരു ഡിവൈസിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ദ സർക്യൂട്ട് റിക്വയർസ്. ഈ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം, പിന്നെ കണക്ട് ചെയ്യാനുള്ള വയർ വേണം, പിന്നെ ഒരു ഇലക്ട്രിക് ഡിവൈസ് വേണം. അതായത് ഒരു ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഡിവൈസിലോട്ടാണല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് സോഴ്സ് വേണം, അവിടെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ്? കണക്റ്റിംഗ് വയേഴ്സ് വേണം അല്ലേ. അതാണ് കണക്റ്റിംഗ് വയർ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കണക്റ്റിംഗ് വയറിൽ കൂടെയുള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് ഡിവൈസ് വേണം. അങ്ങനെ 3 ഐറ്റംസാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് വേണ്ടത്. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ 3 പിക്ചേഴ്സ് ഉണ്ട്, ഒബ്സർവ് ചെയ്യുക. എന്താണ്? പാർട്സ് ഓഫ് സർട്ടൻ സർക്യൂട്ട് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദി പിക്ചർ ഗിവൺ ബിലോ.
ഇതിൻ്റെ അകത്ത് ഈ പിക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൻ്റെ അകത്തുള്ള സർക്യൂട്ട് നോക്കുക. എന്നിട്ട് താഴെ എന്താ, സർക്യൂട്ട് 1 ഉണ്ട്, സർക്യൂട്ട് 2 ഉണ്ട്, സർക്യൂട്ട് 3 ഉണ്ട്. വിൽ ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട്സ് ഗ്ലോ? ഈ 3 സർക്യൂട്ടിലെ ബൾബുകൾ ഗ്ലോ ചെയ്യുമോ, ബൾബ് കത്തുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വൈ? കത്തുമെങ്കിൽ എന്തുകൊണ്ട്, കത്തില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് എഴുതാനുള്ളതെന്ന് നോക്കിയോളൂ. നോ, ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട്സ് ഡു നോട്ട് ഗ്ലോ. ഈ സർക്യൂട്ടിലുള്ള ബൾബുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഗ്ലോ ചെയ്യുന്നില്ല, കത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ്, വൈ? അങ്ങനൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് കത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ദ സർക്യൂട്ട് 1, 2 and 3, സർക്യൂട്ട് 1, സർക്യൂട്ട് 2 and സർക്യൂട്ട് 3 ആർ ഓപ്പൺ സർക്യൂട്ട്. ഇവിടെ സർക്യൂട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ ഓപ്പൺ സർക്യൂട്ടാണ്. സോ ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. അതുകൊണ്ട് ബൾബ് കത്തുന്നില്ല. അപ്പോൾ എന്താണ് ഓപ്പൺ സർക്യൂട്ട്, എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ സർക്യൂട്ട് 1ഉം സർക്യൂട്ട് 2ഉം സർക്യൂട്ട് 3ഉം ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. അതുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്യാത്തത്. ഇതാണ് നമ്മളിവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്? ക്ലോസ്ഡ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇഫ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് ദെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന്. ഒരു സർക്യൂട്ട് ഫുൾ കംപ്ലീറ്റ് സർക്യൂട്ട് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സർക്യൂട്ട്. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടും, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. ഇവിടെ നോക്കിയോളൂ, ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് മാത്രമേ ഇലക്ട്രിക് ഡിവൈസസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഡിവൈസസ് വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള സർക്യൂട്ട് വേണം? ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ? ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ടാണ് വേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ഡാഷ് സർക്യൂട്ട്. എന്താണ് ആൻസർ? ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിൽ സർക്യൂട്ട് 1 നോക്കിക്കേ, അവിടെ ആ റെഡ് ലൈൻ ഉണ്ടല്ലോ, റെഡ് ലൈൻ ആ ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഓപ്പൺ സർക്യൂട്ടായി. അപ്പോൾ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. ഇനി ഇവിടെ നോക്കിയോ, സർക്യൂട്ട് 2ൽ ബ്ലൂ ലൈൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്? അതും സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. ഇനി സർക്യൂട്ട് 3ൽ ആ റെഡ് ലൈനിൻ്റെ ബാറ്ററിയിൽ നിന്ന് പോയേക്കണ ആ ഒരു കണക്റ്റിംഗ് വയറുമായിട്ട് ബൾബിൽ നിന്ന് വന്നിട്ടുള്ള കണക്റ്റിംഗ് വയർ പരസ്പരം കണക്റ്റഡ് അല്ല. അപ്പോൾ ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലല്ലേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ 3 കേസിലും ബൾബ് ഗ്ലോ ചെയ്യാത്തത്. എവിടെയെങ്കിലുമൊക്കെ കണക്ഷൻ പോയി കിടക്കുവാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ആർ ദ ഫോളോയിങ് സർക്യൂട്ട്സ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ഈ താഴെ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്, സർക്യൂട്ട് 1 സർക്യൂട്ട് 2. ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണോ ഓപ്പൺ സർക്യൂട്ടാണോ? വൈ? എന്തുകൊണ്ട്? അനലൈസ് ദ ഫിഗർ ആൻഡ് ഈ ഫിഗർ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. അതിന് വേണ്ടി നിങ്ങൾ ഈ ഫിഗർ നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നതിന് ശേഷം മാത്രം ഈ ആൻസർ നോക്കാം. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹിയർ ദ സർക്യൂട്ട് 1 ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇവിടെ സർക്യൂട്ട് 1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യോ ഇല്ലയോ? ബൾബ് അപ്പം ഗ്ലോ ചെയ്യത്തില്ല. സോ ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. അതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ഒന്നാമത്തെ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ബാറ്ററിയിൽ കണക്ഷൻ വിട്ട് കിടക്കുകയാണ്. അവിടെ കണക്ഷൻ ഇല്ല. കണക്റ്റിംഗ് വയർ ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അതെന്തായി മാറിയത്? ഓപ്പൺ സർക്യൂട്ടായി മാറിയത്. അതുകൊണ്ടാണ് ആ ബൾബ് ഗ്ലോ ചെയ്യാത്തത്. ഇനി സർക്യൂട്ട് 2 ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. എന്നാൽ സർക്യൂട്ട് 2 എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. സോ ദ ബൾബ് ഗ്ലോസ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിൽ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, കാരണം സർക്യൂട്ട് 1 എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. സർക്യൂട്ട് 2 എന്ന് പറയുന്നതിൽ ബൾബ് ഗ്ലോ ചെയ്യും, കാരണം അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ക്യാൻ വി മേക്ക് എ സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ് ആസ് റിക്വയർഡ്? നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ആക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ ക്ലോസ്ഡ് ആക്കുകയും ചെയ്യാനുള്ള സംവിധാനം എന്താണ്? ഒരു സർക്യൂട്ടിനെ ഓപ്പണും ക്ലോസും ആക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺഡ് വെൻ റിക്വയർഡ്. ഒരു സർക്യൂട്ട് ക്ലോസ്ഡോ അല്ലെങ്കിൽ ഓപ്പണോ ആക്കുന്ന
സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ച് എന്ന് പറയുന്നത് അല്ലേ. സ്വിച്ച് ഈസ് എ ഡിവൈസ്. സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. യൂസ്ഡ് ടു മേക്ക്, യൂസ് ചെയ്യുന്നു എന്തിനാ, ടു മേക്ക്, എന്ത് മേക്ക് ചെയ്യാൻ, ആ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ, ഒരു സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ആണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. വെൻ റിക്വയർഡ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ട് ഓപ്പൺ ആക്കാനും ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ട് ക്ലോസ് ആക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ആ ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ്, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്വിച്ചസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓർഡിനറി സ്വിച്ച്, 2 വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്, അങ്ങനെ പല ടൈപ്പിലുള്ള സ്വിച്ചസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് ഓരോന്നിനും ഓരോ യൂസേജ് ആണ്. അപ്പോൾ ഇവിടെ ബെൽ സ്വിച്ച് എന്തിനായിരിക്കും? നമുക്ക് ബെല്ലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബെൽ സ്വിച്ച്. ഓർഡിനറി സ്വിച്ച് എന്തിനായിരിക്കും? നമ്മളെ വീട്ടിൽ സാധാരണയായിട്ട് ഉള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഓർഡിനറി സ്വിച്ചാണ്. പിന്നെന്താണുള്ളത്? ഇതൊക്കെ തന്നെയാണ് പല ടൈപ്പിലുള്ള സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുള്ള നോട്ടുമായിട്ട് കാണാം. അതുവരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.